സംസ്ഥാനത്ത് ഈദ്ഗാഹുകൾക്ക് ഒരുക്കം. വലിയ പെരുന്നാൾ ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി. ഗൾഫിൽ പെരുന്നാൾ ആഘോഷം തുടരുന്നു. വാർത്തകൾ വിശദമായി. കോഴിക്കോട് മലാപ്പറമ്പ് പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ്. നടത്തിപ്പുകാരനും ഇടനിലക്കാരനും ഉൾപ്പെടെ 9 പേർ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് ഉടമസ്ഥൻ പറയുന്നത്. മലാപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയോട് ചേർന്നുള്ള അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് നടന്നത്. റെയ്ഡിൽ നടത്തിപ്പുകാരനുൾപ്പെടെ 3 പുരുഷന്മാരും 6 സ്ത്രീകളുമാണ് പിടിയിലായത്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആളുകളാണ് ഇതിലെ പ്രധാന ഇടപാടുകാർ. കോഴിക്കോട് ചേലേമ്പ്ര സ്വദേശി ഷക്കീർ, മലപ്പുറം തൃക്കലങ്ങോട് സ്വദേശി നഹാസ്, വയനാട് പുൽപ്പള്ളി സ്വദേശി ബിന്ദു എന്നിവരാണ് നടത്തിപ്പുകാർ. പ്രധാന പ്രതിയായ അനിമീഷ് കുമാർ ബഹ്റിനിൽ തുടരുകയാണ്. ഇടനിലക്കാരായ ബാംഗ്ലൂർ, ചെന്നൈ, എറണാകുളം സ്വദേശികൾ ഉൾപ്പെടെ 6 സ്ത്രീകളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് നടക്കാവ് പോലീസ് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും തന്റെ വിശ്വാസ്യത മുതലെടുത്താണ് പ്രതികളിവിടെ കയറിക്കൂടിയതെന്നും ഉടമസ്ഥൻ പറഞ്ഞു. അതായത് ബഹ്റൈൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റാണ് അങ്ങേരുടെ പിന്നെ ഇതിലുള്ള ലോകവും ഫിസിയോതെറാപ്പിസ്റ്റാണ്. ആര് സമീപിച്ചതിനെക്കാട്ടും നല്ല പ്രപ്പോസൽ വരുന്നതാണ്. പിന്നെ വിശ്വസനീയമായി തോന്നിയത് കൊണ്ട് ഫാമിലിയാണ്. അപ്പം ഞങ്ങൾ എന്നെ താഴെ താമസിക്കുക, പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഭാര്യ എന്നെ ഇത് ബാക്കി നോക്കി നടത്തിക്കോളും, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. വീട്ടിൽ വരുന്നത് പിന്നെ അഗ്രിമെന്റ് ഒപ്പിടാനൊക്കെ വരുന്നത് ആധാറൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റിടങ്ങളിലും സമാനമായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൂചന. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരത്ത് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. തൊഴിലുറപ്പ് ജോലിക്കാർക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറിയാണ് അപകടമുണ്ടായത്. വർക്കല പാലച്ചിറ ജുമാ മസ്ജിദിന് സമീപം നടന്ന അപകടത്തിൽ പാലച്ചിറ സ്വദേശിനി ശാന്തയാണ് മരിച്ചത്. ജോലി